2005 ഗംഗോത്രി ഗ്രാമത്തിലെ ഒരു വീട്ടിൽ ഹരിയ ഭാര്യ അരുണിമയുടെ കൂടെ ഇരുന്ന് രാത്രി ഭക്ഷണം കഴിക്കുകയായിരുന്നു. ഭക്ഷണം കഴിച്ച ശേഷം അയാൾ അരുണിമയോട് വെള്ളം ചോദിച്ചു. അരുണിമ, നീ ഇന്ന് ഇവിടെ വെള്ളം വെക്കാൻ മറന്നുപോയോ? അല്ലല്ല, വെള്ളം വെക്കാൻ മറന്നതല്ല. ഇന്ന് വൈകുന്നേരം വെള്ളം വന്നിട്ടില്ല. ഞാൻ പല പ്രാവശ്യം പോയി നോക്കിയതാണ്. ഭക്ഷണം ഉണ്ടാക്കാൻ പോലും അടുത്ത വീട്ടിൽ നിന്നാ വാങ്ങിയത്. ഇനി വെള്ളം വരുമ്പോൾ ഞാൻ നിറച്ചു വെച്ചോളാം. അപ്പോ നാളെ വരെ വെള്ളം വരില്ല അല്ലേ? അതുവരെയും വെള്ളം കുടിക്കാതിരിക്കാൻ പറ്റുമോ? ഒരു ബക്കറ്റ് എടുത്തിട്ട് വാ, ഞാൻ പഴയ കിണറ്റിൽ പോയി വെള്ളം കൊണ്ടുവരാം. അത് കേട്ട് അരുണിമ ഹരിയയ്ക്ക് ഒരു ബക്കറ്റ് കൊടുത്തു. അയാൾ വെള്ളം നിറയ്ക്കാൻ പഴയ കിണറ്റിലേക്ക് പോയി. ആ കിണർ ആരും തന്നെ ഉപയോഗിക്കാറില്ലായിരുന്നു. അതുകൊണ്ട് അവിടെ ഒരിക്കലും ആരും ഉണ്ടാവാറില്ല. പെട്ടെന്ന് ഹരിയ തന്റെ പുറകിൽ നിന്ന് പാദസരം കിലുങ്ങുന്ന ഒരു ശബ്ദം കേട്ടു. ആരാത് എന്നും പറഞ്ഞ അയാൾ പുറകോട്ട് നോക്കിയപ്പോൾ പുറകിൽ ആരുമില്ലായിരുന്നു. അയാൾ വീണ്ടും മുന്നോട്ട് നടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും ജിൽ ജിൽ എന്നൊരു ശബ്ദം കേട്ടു. ഇത്തവണ അയാൾ വീണ്ടും തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ നീല സാരി ഉടുത്ത ഒരു സ്ത്രീ നിൽക്കുന്നതാണ് കണ്ടത്. കയ്യിൽ ബക്കറ്റും കൊണ്ട് എങ്ങോട്ടാണ് പോകുന്നത്? കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കാൻ പോവുക. പക്ഷെ നീ ആരാണ്? അപ്പോൾ ആ സ്ത്രീ അയാളോട് പറഞ്ഞു, ആ കിണറ്റിൽ നിന്ന് വെള്ളമെടുക്കാൻ ശ്രമിക്കരുത്. അതിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ നിങ്ങൾക്കാർക്കും അവകാശമില്ല. അത് കേട്ട് ഹരിയ ഭയപ്പെട്ടു. എന്നിട്ട് അയാൾ പറഞ്ഞു, കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കാൻ പാടില്ല എന്ന് പറയാൻ നീ ആരാണ്? അത് ഞങ്ങളുടെ ഗ്രാമത്തിലെ കിണറാണ്. അതിന്ന് വെള്ളം എടുക്കാൻ പാടില്ല എന്ന് പറയാൻ നീ ആരാ? കിണറ്റിലെ വെള്ളം മൃഗങ്ങൾക്കുള്ളതാണ്. അതും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവളുടെ മുഖം മാറി. എന്നിട്ട് ഭീകരരൂപിയായ ഒരു യക്ഷിയായി. ഹരിയയ്ക്ക് ശ്വാസം നിൽക്കുന്നതായി തോന്നി. കയ്യിൽ നിന്നും ബക്കറ്റ് നിലത്ത് വീണുപോയി. പേടിച്ചു വിറച്ച് അയാൾ ജീവനും കൊണ്ടോടി. ഭയം കാരണം താൻ ഓടുന്നത് വീട്ടിലേക്കല്ല, കിണറ്റിന്റെ അടുത്തേക്കാണെന്ന് പോലും അയാൾ അറിഞ്ഞില്ല. ഓടി ഓടി അയാൾക്ക് ശ്വാസം മുട്ടാൻ ആരംഭിച്ചു. പുറകിൽ വന്നുകൊണ്ടിരുന്ന ചിലങ്കയുടെ ശബ്ദവും നിന്നിട്ടുണ്ടായിരുന്നു. അയാൾ മുന്നിലുള്ള കിണർ കണ്ടു. അതിൻ്റെ അടുത്ത് ചെന്ന് അയാൾ നിന്നു. തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ണെത്താ ദൂരം വരെ ആ യക്ഷിയെ കണ്ടില്ല. ആരാണ് അവൾ? വെള്ളം എടുക്കാൻ പാടില്ല എന്ന് പറയാൻ അവൾ ആരാണ്? ഹരിയയ്ക്ക് നല്ല ദാഹമുണ്ടായിരുന്നു. ഓടിയത് കാരണം അയാൾക്ക് കൂടുതൽ ദാഹമുണ്ടായി. കൂടെ അയാൾക്ക് നല്ല പേടിയുമുണ്ടായിരുന്നു. പക്ഷെ ഇനി ദാഹം സഹിക്കാനാവില്ല എന്ന സ്ഥിതിയിലായി. എന്താ നടക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ വെള്ളം കുടിച്ചില്ലെങ്കിൽ ദാഹം കൊണ്ട് മരിച്ചു പോകും. ഇതും പറഞ്ഞ് ഹരിയ കിണറ്റിന്റെ അടുത്തുണ്ടായിരുന്ന ബക്കറ്റ് വെള്ളത്തിലേക്ക് ഇട്ടു. എന്നിട്ട് കയറ് വലിച്ച് വെള്ളം കോരി. അയാൾ വെള്ളം കുടിക്കാൻ ആരംഭിച്ചപ്പോൾ പുറകിൽ നിന്ന് ചിലങ്കയുടെ ജിൽ ജിൽ എന്ന ശബ്ദം വീണ്ടും കേട്ടു. ഇതിലെ വെള്ളം മൃഗങ്ങൾക്ക് മാത്രമാണെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? ഹരിയ പുറകോട്ട് നോക്കിയ ഉടനെ അയാൾ ഒരു നായ്ക്കുട്ടിയായി മാറി. ഈ ഗ്രാമം വെള്ളത്തിന് വേണ്ടി അലഞ്ഞു തിരിയും. ആരെങ്കിലും ഇതിൽ നിന്ന് വെള്ളം കുടിച്ചാൽ അവർ മൃഗങ്ങളായി മാറും. അടുത്ത ദിവസം ചില വീടുകളിൽ വെള്ളം വന്നില്ല. ചിലർ അടുത്തുള്ള വീടുകളിൽ നിന്ന് ഉപയോഗത്തിന് വെള്ളം വാങ്ങിച്ചു. ഹരിയയുടെ സുഹൃത്ത് രാകേഷിന്റെ വീട്ടിൽ വെള്ളം ശേഖരിച്ചു വയ്ക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അയാളും കിണറ്റിന്റെ അടുത്തേക്ക് ചെന്നു. ഈ ഗ്രാമത്തിൽ ആരുടെ കണ്ണ് തട്ടിയിട്ടുണ്ട്. ഇപ്പോൾ വെള്ളക്ഷാമം കൂടിയിരിക്കുക. രാകേഷ് കിണറ്റിൽ നിന്ന് വെള്ളം എടുത്തു. എന്നിട്ട് അതിൽ നിന്ന് കൈക്കൊമ്പിളിൽ വെള്ളം കോരി കുടിച്ചപ്പോൾ ആ യക്ഷിയെ അയാളും കാണാനിടയായി. ഈ കിണറ്റിൽ നിന്ന് ഗ്രാമത്തിലുള്ള ആരും വെള്ളം കുടിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഇത് കേട്ട് രാകേഷ് തിരിഞ്ഞു നോക്കിയപ്പോൾ യക്ഷിയെ കണ്ട് പേടിച്ച് നിലവിളിച്ച് അയാൾ ഓടാനായി കാലെടുത്ത് വെച്ചപ്പോൾ അയാൾ പെട്ടെന്ന് ഒരു ചെറിയ മുയലായി മാറി. നാളെ മുതൽ ഗ്രാമത്തിലുള്ളവരെല്ലാം വെള്ളത്തിനു വേണ്ടി ദാഹിച്ച് വലഞ്ഞതിനായി അപേക്ഷിക്കും, ഞാൻ അപേക്ഷിച്ചതുപോലെ. അതും പറഞ്ഞ് യക്ഷി അദൃശ്യയായി. അടുത്ത ദിവസം ഗ്രാമത്തിൽ മുഴുവനും വെള്ളം വന്നില്ല. കുറേ ദിവസങ്ങളോളം എല്ലാവരും വെള്ളമില്ലാതെ ദാഹം കൊണ്ട് അലഞ്ഞു തിരിഞ്ഞു. വെള്ളം കിട്ടാത്ത അവസ്ഥയിൽ കിണറ്റിലെ വെള്ളവും വറ്റിപ്പോയി. ഗ്രാമത്തിലുള്ളവർ പ്രസിഡന്റിനെ വിവരമറിയിക്കാനായി തീരുമാനിച്ചു. ഹരിയയുടെയും രാകേഷിന്റെയും ഭാര്യമാർ ഭർത്താക്കന്മാർ വീട്ടിലേക്ക് തിരിച്ചു വരാത്തതിൽ വിഷമിച്ചുകൊണ്ടിരുന്നു. അവർ രണ്ടുപേരും ഗ്രാമത്തിൽ ചിലരുടെ കൂടെ പ്രസിഡന്റിന്റെ വീട്ടിലെത്തി. പ്രസിഡന്റ്, ഞങ്ങൾക്ക് കിണറ്റിൽ നിന്ന് കുറേ ദിവസമായി വെള്ളം വരുന്നില്ല. അഥവാ ആരെങ്കിലും വെള്ളമെടുക്കാൻ പോയാൽ തന്നെ അവർ വീട്ടിലേക്ക് തിരിച്ചു വരുന്നില്ല. ഞങ്ങളുടെ ഭർത്താക്കന്മാർ വെള്ളമെടുക്കാൻ പോയ ശേഷം എവിടെയാണെന്ന് അറിയില്ല. രാത്രി ഞങ്ങൾ ഒരു ശബ്ദം കേൾക്കും. ആ കിണറ്റിലെ വെള്ളം ഞങ്ങൾക്കുള്ളതല്ല, മൃഗങ്ങൾക്കുള്ളതാണെന്ന് പറയും. അവർ പറഞ്ഞതെല്ലാം പ്രസിഡന്റിന് വിശ്വസിക്കാൻ സാധിച്ചില്ല. അയാൾ പറഞ്ഞു, വെള്ളം മൃഗങ്ങൾക്കുള്ളതാണെന്നോ?
നിങ്ങൾ രണ്ടുപേരും എന്തൊക്കെയാ ഈ പറഞ്ഞു വരുന്നത്? എന്ത് പറ്റി പ്രസിഡന്റേ? നിനക്കിപ്പോഴും ആ ദിവസം ഓർമ്മയില്ലേ? നിങ്ങളും ഗ്രാമത്തിലുള്ളവരും ആ കിണറ്റിൽ നിന്ന് വെള്ളം കോരരുതെന്ന് പറഞ്ഞത്, എന്നെ ഗ്രാമത്തിൽ നിന്ന് പുറത്താക്കിയത്. ആരാ നീ? നേരിൽ വന്ന് സംസാരിക്കേ. പ്രസിഡന്റ് അത് പറഞ്ഞപ്പോൾ യക്ഷി അവരുടെ മുന്നിലേക്ക് വന്നു. അവളെ കണ്ടപ്പോൾ മാളികയിലുണ്ടായിരുന്നവരെല്ലാം ഭയന്ന് വിറച്ചു. എല്ലാവരും വാതിലിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. എന്നാൽ വാതിൽ അടഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ തിരിഞ്ഞു നോക്കിയപ്പോൾ യക്ഷി പ്രസിഡന്റിന്റെ അടുത്ത് ചെന്ന് അയാളുടെ കഴുത്ത് ഞെരിക്കുന്നതാണ് കണ്ടത്. ഓർമ്മയുണ്ടോ പ്രസിഡന്റേ, 1 വർഷം മുൻപ് ഞാൻ വെള്ളം കോരാനായി ഈ ഗ്രാമത്തിലേക്ക് വന്നത്? പ്രസിഡന്റിന് ഓർമ്മ വന്നു. കഴിഞ്ഞ വർഷം ഒരു സ്ത്രീ അവളുടെ ഗ്രാമത്തിൽ നിന്ന് ഈ ഗ്രാമത്തിലേക്ക് വെള്ളം കോരാൻ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് ദിവസത്തേക്ക് ആരും അവളെ വിലക്കിയിരുന്നില്ല. എന്നാൽ ഒരു ദിവസം ഹരിയയും രാകേഷും അവളെ വെള്ളം കോരാൻ അനുവദിച്ചില്ല. അവൾ ആ കാര്യം പ്രസിഡന്റിനോട് ചെന്ന് പറഞ്ഞു. ആ ഗ്രാമത്തിലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരാനുള്ള അവകാശം അവിടെയുള്ളവർക്കാണെന്ന് അയാളും അവളോട് പറഞ്ഞു. ഇനി അവിടുത്തെ കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ പാടില്ലെന്നും അവളോട് പറഞ്ഞു. എനിക്ക് ഗ്രാമത്തിലെ വീടുകളിൽ നിന്നും വെള്ളം വേണ്ട, പക്ഷെ ഇവിടുത്തെ കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ എന്നെ അനുവദിക്കണം. ഞങ്ങളുടെ ഗ്രാമത്തിൽ പ്രസിഡന്റ് ഇല്ല, അതുകൊണ്ട് എല്ലാവരും വെള്ളമില്ലാത്ത പ്രശ്നത്തിൽ കുടുങ്ങിയിരിക്കുകയാണ്. ആ കിണറിലെ വെള്ളം മൃഗങ്ങൾക്ക് മാത്രം ഉള്ളതാണ്. ഈ ഗ്രാമത്തിലുള്ള ജനങ്ങൾ മാത്രമേ ആ കിണറിൽ നിന്ന് വെള്ളം കോരാൻ പാടുള്ളൂ. അത് കേട്ട് ആ സ്ത്രീ ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം ആ കിണറ്റിൽ നിന്ന് മൃഗങ്ങൾ മാത്രമേ വെള്ളം കുടിക്കൂ പ്രസിഡന്റേ. അഥവാ മനുഷ്യരാരെങ്കിലും കുടിച്ചാൽ അവരും മൃഗങ്ങളായി മാറുന്നതാണ്. അത് കേട്ടപ്പോൾ പ്രസിഡന്റ് അവളെ പരിഹസിച്ചു. എന്നിട്ട് അവളെ ഗ്രാമത്തിൽ നിന്നും പുറത്താക്കി. ഞാൻ ചെയ്ത തെറ്റ് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ഈ ഗ്രാമത്തിലുള്ളവർക്ക് കൊടുക്കരുത്. ഇവിടെ നിന്നും പോയതിനു ശേഷം ഞാൻ വേറെ വഴിയില്ലാതെ ഒരു കുഴിയിൽ നിന്ന് വെള്ളം നിറച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി. എന്റെ ഭർത്താവും മകളും ദാഹം കൊണ്ട് വലയുകയായിരുന്നു. ഞാനുടനെ അവർക്ക് കുടിക്കാൻ കൊടുത്തു. അവരുടെ ദാഹം മാറ്റി. പക്ഷെ എനിക്ക് കുടിക്കാൻ വെള്ളമില്ലായിരുന്നു. അർദ്ധരാത്രി ഞാൻ ദാഹിച്ച് മരണപ്പെട്ടു. അന്നു മുതൽ ഇന്ന് വരെ എൻ്റെ ആത്മാവ് എൻ്റെ ഗ്രാമത്തിലുള്ളവർ വെള്ളത്തിനായി അലയുന്നത് കാണുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഞാൻ യക്ഷിയായി മാറിയിരിക്കുന്നു. ആ ശാപത്തെ പൂർത്തിയാക്കണമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്തു. അത് കേട്ടപ്പോൾ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഹരിയയുടെയും രാകേഷിന്റെയും ഭാര്യമാർ അവളോട് പറഞ്ഞു, നിനക്ക് സംഭവിച്ചത് ഒട്ടും ശരിയല്ലായിരുന്നു. പക്ഷെ നീ ഇപ്പോൾ ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ഞങ്ങളുടെ ഭർത്താക്കന്മാർ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ഈ ഗ്രാമത്തിന് മുഴുവനും കൊടുക്കരുത്. നിന്റെ ഗ്രാമത്തിലുള്ള പ്രശ്നം ഞങ്ങൾ പരിഹരിച്ചു തരാം. അവിടെ വെള്ളം വരുന്നത് വരെ ഞങ്ങളുടെ ഗ്രാമത്തിൽ നിന്ന് അവിടേക്ക് വെള്ളം എത്തിച്ചു കൊടുക്കാം. അത് കേട്ടപ്പോൾ യക്ഷി പ്രസിഡന്റിന്റെ കഴുത്തിൽ നിന്ന് പിടിവിട്ടു. എന്നോട് ക്ഷമിക്കണം. ഇവര് രണ്ടുപേരും നിങ്ങളോട് പറഞ്ഞത് ഞാൻ തീർച്ചയായും നിറവേറ്റുമെന്ന് നിങ്ങൾക്ക് വാക്കു തരുന്നു. ഈ ഗ്രാമത്തെ ജലശാപത്തിൽ നിന്ന് ദയവായി വിമോചിപ്പിക്കണം. നാളെ രാവിലെ എന്റെ ഗ്രാമത്തിൽ വെള്ളം വരാതിരുന്നാൽ എന്റെ ശാപം ഒരിക്കലും അവസാനിക്കില്ല. ഇതും പറഞ്ഞ് യക്ഷി അവിടെ നിന്ന് അപ്രത്യക്ഷയായി. അടുത്ത ദിവസം ഗ്രാമത്തിലെങ്ങും ആ വാർത്ത പരന്നു. പ്രസിഡന്റ് 2 ലോറിയിൽ വെള്ളം നിറച്ച് അവളുടെ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയി. അവരോട് വെള്ളത്തിന്റെ പ്രശ്നം പരിഹരിച്ചു കൊടുക്കാമെന്ന് വാഗ്ദാനവും ചെയ്തു. ഗ്രാമത്തിലുള്ളവർ സന്തോഷത്തോടെ വെള്ളം നിറച്ച് ഓരോ വീട്ടിലുമുള്ള വെള്ളത്തിന്റെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. അപ്പോൾ ഹരിയയും രാകേഷും മൃഗത്തിന്റെ രൂപത്തിൽ നിന്ന് വീണ്ടും മനുഷ്യരായി. പ്രസിഡന്റിന്റെ ഗ്രാമത്തിലുള്ള കിണറ്റിൽ വീണ്ടും വെള്ളം നിറഞ്ഞു. അയൽ ഗ്രാമത്തിലും വെള്ളം തടസ്സമില്ലാതെ എത്തിച്ചു കൊടുത്തു. പ്രസിഡന്റ് ആ ഗ്രാമത്തെയും തന്റെ ഗ്രാമത്തെ പോലെ പരിപാലിക്കാൻ ആരംഭിച്ചു. അന്നു മുതൽ ആ യക്ഷിയെ ആരും തന്നെ കണ്ടിട്ടില്ല. ഗ്രാമത്തിന്റെ മേലുണ്ടായിരുന്ന ജലത്തിന്റെ ശാപം എന്നേക്കുമായി ഇല്ലാതായി.